സ്കൈ വാച്ചുമായി എത്തുന്നത് ആതിര സാരസ്വതാണ്. ഗുഡ് മോർണിംഗ് ആതിര. ഇന്നിപ്പോൾ കേരളത്തിൽ പൊതുവെ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം ചുഴലിക്കാറ്റ് തമിഴ്നാടിൻ്റെ തീരത്തേക്ക് എത്തുന്നു. എങ്ങനെയാണ് കേരളത്തെ ബാധിക്കുക? എന്തെല്ലാമാണ് കാലാവസ്ഥാ വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് ഹർഷൻ. പ്രേക്ഷകരെ സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ട് മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് സംസ്ഥാനത്ത്. കാര്യമായ രീതിയിൽ മഴ ഒന്നുമില്ല. പക്ഷേ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലടക്കം പകലും രാത്രിയും ഒക്കെ വലിയ രീതിയിൽ തണുപ്പ് അനുഭവപ്പെടുവാണ്. കണ്ണൂർ മാത്രമാണ് ഇന്നലെ താപനില അല്പം ഉയർന്നു നിന്നത്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുന്നതിൻ്റെ ഫലമായാണ് ഇത്തരത്തിൽ തണുപ്പ് വർദ്ധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായാണ് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത്. ശ്രീലങ്കയിൽ കനത്ത നാശനഷ്ടമാണ് ഈ ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. മരണസംഖ്യ 159 ആയിട്ടുണ്ട്. ഡിറ്റ്വ ചുഴലിക്കാറ്റിൻ്റെ ഫലമായി തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു. 2 ജില്ലകളിൽ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങൾക്ക് സമാന്തരമായി വടക്കോട്ട് നീങ്ങി തീരപ്രദേശത്ത് നിന്ന് യഥാക്രമം 50 കിലോമീറ്ററും 25 കിലോമീറ്ററും അകലെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലായിരിക്കും ഈ ഡിറ്റ്വ കേന്ദ്രീകരിക്കുക എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ആന്ധ്രാ തീരത്തും കനത്ത ജാഗ്രതയാണുള്ളത്. ഇനി നമുക്ക് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ പരിശോധിക്കാം. ഇന്ന് ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കാണ് സാധ്യത. പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ മാപ്പ് പരിശോധിക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് മുന്നറിയിപ്പുള്ളത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി പ്രദേശം, തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങൾ, തെക്കൻ ആന്ധ്രാപ്രദേശ്, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തമിഴ്നാട്ടിലെ തീരങ്ങളിൽ നാളെ വരെ കടൽ പ്രക്ഷുബ്ധമായി തുടരാൻ സാധ്യതയുണ്ട്. ആന്ധ്രാപ്രദേശ് തീരത്ത് മറ്റന്നാൾ വരെ കടൽ പ്രക്ഷുബ്ധമായി തുടരും. സംസ്ഥാനത്തെ താപനില പരിശോധിക്കാം. ഇനി തിരുവനന്തപുരത്ത് ഏറ്റവും കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൊച്ചിയിൽ 30 ഡിഗ്രി സെൽഷ്യസ്, കോഴിക്കോട് 34 ഡിഗ്രി സെൽഷ്യസ്, കണ്ണൂർ 32 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് ഏറ്റവും കൂടിയ താപനില. മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ഭൂചലന സാധ്യത മാപ്പ് പരിഷ്കരിച്ചിട്ടുണ്ട്. നേരത്തെ 5 വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 6 ആയിരിക്കുന്നു. അതിൽ കേരളത്തിൽ തിരുവനന്തപുരം മാത്രമാണ് ഈ ഭൂചലന സാധ്യത കുറഞ്ഞ വിഭാഗമായ കാറ്റഗറിയിൽ 2-ൽ വരുന്നത്. മറ്റ് ജില്ലകളിൽ എല്ലാം താരതമ്യേന ഭൂചലന സാധ്യത കൂടിയ കാറ്റഗറി 3-ലാണ് ഉള്ളത്. അപ്പോൾ ഇനി വരും മണിക്കൂറുകളിൽ ഡിറ്റ്വ ദുർബലമാകും. സംസ്ഥാനത്ത് നേരിയ മഴ ലഭിക്കും. ചിലപ്പോൾ മഴ മുന്നറിയിപ്പുകളൊക്കെ പുതുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ. ഇനി ഹർഷനിലേക്ക്. അതിനെയാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ നവംബർ, ഡിസംബർ, ജനുവരി കാലമൊക്കെയാണ് നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന കാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഡിറ്റ്വ കൂടി വന്നതോടെ മിക്കവാറും എല്ലായിടത്തും ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. തണുപ്പുണ്ട്. 24 ഡിഗ്രി സെൽഷ്യസ് ഏതാണ്ട് ശരാശരി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ആ സാഹചര്യം വളരെ പെട്ടെന്ന് മാറും എന്നാണ് പറയുന്നത്. ഡിറ്റ്വ ദുർബലമാകുന്നതോടെ ഒരു ചെറിയ മഴയ്ക്കാണ് സാധ്യത നിലനിൽക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട മഴയും പറയുന്നു, കനത്ത മഴയും പറയുന്നു. എന്തായാലും എല്ലാവരും ഈ കാലാവസ്ഥ അങ്ങ് ആഘോഷിക്കുക എന്നേ തൽക്കാലം കേരളത്തിലിരുന്ന് പറയാനുള്ളൂ. പക്ഷേ ശ്രീലങ്കയിലെ അവസ്ഥ നേരെ മറിച്ചാണ്. ധാരാളം മരണം ഏതാണ്ട് 200-ന് അടുക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ. അവിടെ വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കും മറ്റ് സൗകര്യങ്ങളുമൊക്കെ ഇന്ത്യയും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്ത്യയും അവിടേക്ക് സഹായം എത്തിച്ചിരുന്നു. ഏതാണ്ട് 21 ടണ്ണോളം സഹായ വസ്തുക്കളൊക്കെയാണ് അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ആ നിലയ്ക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തയുടെ മറ്റ് വിവരങ്ങളും.